നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമർഹിക്കുന്ന അറിയിപ്പുകളിലേക്ക് സ്വാഗതം. വിവിധ പദ്ധതി അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാന ബഡ്ജറ്റ് പ്രഖ്യാപിക്കാനിരിക്കെ സംസ്ഥാന സർക്കാരിൻ്റെ പക്കലേക്ക് ഏറ്റവും പുതിയ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടുകൾ വരികയാണ്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ചെയ്ത, അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റിയ വലിയൊരു നിർണായക ശക്തിയാണ് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ. ഈ പെൻഷൻ ആനുകൂല്യങ്ങൾ പ്രകടന പത്രിക വാഗ്ദാനം അനുസരിച്ച് 1600 നിന്ന് 2500 രൂപ വരെയാക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നാളിതുവരെ ആ വാഗ്ദാനം നിർവഹിക്കുന്നതിന് വേണ്ടി സർക്കാരിന് സാധിച്ചിരുന്നില്ല. എന്നാൽ CPMന്റെ ഏറ്റവും പുതിയ നിർദ്ദേശം അനുസരിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ ഒരു വർധനവ് ഏർപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള പ്രധാന നിർദ്ദേശം. സാധാരണക്കാർക്ക് ലഭ്യമായിരുന്ന പെൻഷൻ ഇപ്പോൾ 5 മാസമായിട്ട് മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാന സർക്കാരിനെ ഞെരുക്കുന്ന ഒരു സാഹചര്യത്തിൽ പെൻഷൻ വർധനവ് ഏറ്റവും പുതിയ ആവശ്യമായിട്ട് ഉയർന്നു വന്നിരിക്കുകയാണ്. 1600 നിന്നും ഒരു 100 രൂപയുടെയോ 150 രൂപയുടെ വർധനവ് പരമാവധി 1750 രൂപ വരെ സാധാരണക്കാർക്ക് നൽകാനാകുമോ എന്നാണ് ഇപ്പോൾ സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ ഭാഗത്തു നിന്നും സർക്കാർ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് വിതരണം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സമാഹരിക്കുന്ന കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ തുടർന്നുള്ള ഓരോ വർഷങ്ങളിലും കേന്ദ്ര ഫണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നതിന്റെ അളവും കാര്യങ്ങളുമെല്ലാം കൃത്യമായിട്ട് സർക്കാർ ഇപ്പോൾ അളന്ന് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭാവിയിൽ വിവിധ സഹായങ്ങൾ നൽകുമെന്ന് സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ തന്നെ ബോധ്യമുള്ളതിനാൽ ഇത്തരം പ്രഖ്യാപനങ്ങളിലേക്ക് കടക്കുമോ എന്ന് സംസ്ഥാന ബഡ്ജറ്റിൽ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് 5 മാസത്തെ ക്ഷേമ പെൻഷൻ ജനുവരി കൂടി ചേർത്ത് കുടിശ്ശികയായിട്ടുണ്ട്. ഒരാൾക്ക് 8000 രൂപ വീതമാണ് സർക്കാർ ഇപ്പോൾ നൽകാനുള്ളത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയും അതോടൊപ്പം തന്നെ കർഷകർക്ക് വേണ്ടി നൽകാമെന്ന് സർക്കാർ പറഞ്ഞിരുന്ന വിവിധ ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയെല്ലാം നിഷേധിച്ചതിനെതിരെയും വീണ്ടും ഭാരത ബന്ദ് പ്രഖ്യാപിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഫെബ്രുവരി മാസം 16 തീയതിയാണ് ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വിവിധ കർഷക സംഘടനകളും ഇതിനോടിപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഭാരതീയ ബന്ദിൽ വ്യാപാരികളും അതോടൊപ്പം തന്നെ മറ്റ് ട്രക്ക് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരുമൊക്കെ പങ്കെടുക്കണമെന്ന് ഇപ്പോൾ കിസാൻ മോർച്ച ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കർഷക യൂണിയനുകളും ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി അറിയിപ്പ്, സംസ്ഥാനത്ത് ജനകീയ ആസൂത്രണ പദ്ധതികൾ പ്രകാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വീട് മെയിൻ്റനൻസിനൊക്കെ അപേക്ഷകൾ സ്വീകരിച്ചിരുന്നു. ജീർണിച്ച വീട്ടിലൊക്കെ താമസിക്കുന്ന വ്യക്തികൾ, അതോടൊപ്പം തന്നെ അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ, ഇങ്ങനെയൊക്കെയുള്ള വിവിധ വെല്ലുവിളികൾ നേരിടുന്ന കുടുംബം, അതിൽ തന്നെ റേഷൻ കാർഡിൻ്റെ മുൻഗണന, അതോടൊപ്പം തന്നെ പെൺമക്കൾ അടങ്ങുന്ന കുടുംബം, വിധവകൾ, ഇങ്ങനെയുള്ള വിവിധ അർഹതാ മാനദണ്ഡങ്ങളെല്ലാം പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ വീട് മെയിൻ്റനൻസിനൊക്കെ ഉള്ള ധനസഹായം അനുവദിച്ചു വരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ധനസഹായം കൈമാറുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഓരോ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞു. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലങ്ങളിലെല്ലാം വീട് മെയിൻ്റനൻസിന് ധനസഹായം നൽകി വരുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ ജനകീയ ആസൂത്രണ പദ്ധതി 2023-24 പ്രകാരം വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അർഹരായ ഗുണഭോക്താക്കളുടെ ലിസ്റ്റുകൾ ഇപ്പോൾ പഞ്ചായത്തിൽ പ്രസിദ്ധീകരിച്ചു. നമ്മുടെ വാർഡ് മെമ്പറോട് അന്വേഷിച്ചു കഴിഞ്ഞാലും കഴിഞ്ഞ വർഷം നമ്മൾ അപേക്ഷ വെച്ച വിവിധ ക്ഷേമ പദ്ധതികളുടെ ലിസ്റ്റ് അറിയുവാൻ സാധിക്കുന്നതാണ്. പ്രായമുള്ളവർക്ക് വേണ്ടി പ്രത്യേക സഹായ ഉപകരണങ്ങൾ, കട്ടിൽ, കമ്പിളി പതിപ്പ് പോലുള്ള വസ്തുക്കൾ, അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ സഹായ ഉപകരണങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളവ, അതോടൊപ്പം തന്നെ ജൈവ വളങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന പദ്ധതികൾ, ഇതോടൊപ്പം തന്നെ സ്റ്റോക്ക് പിറ്റ് നിർമ്മാണം, മണ്ണിൻ്റെ കമ്പോസ്റ്റ് നിർമ്മാണം, തീറ്റപ്പുല്ല് കൃഷിക്ക് വേണ്ട സബ്സിഡി ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ, ഇതോടൊപ്പം തന്നെ മറ്റ് നിരവധിയായിട്ടുള്ള ക്ഷേമ പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ വീട്ടിലും സഹായങ്ങൾ ഉറപ്പാകുന്ന രീതിയിൽ തന്നെയാണ് സർക്കാർ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. റേഷൻ കാർഡ് അടിസ്ഥാനമാക്കിയാണ് സഹായ വിതരണം. BPL റേഷൻ കാർഡൊക്കെ ആണെങ്കിൽ മുൻഗണന കൂടി നൽകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. വിവിധ ക്ഷേമ പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.